കേരളം കാത്തിരുന്ന കേസിലെ വിധി വരുന്നു. വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം എന്ന വാർത്തയാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡോക്ടർ വന്ദനാദാസിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണിപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത്. കൊല്ലം കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. നിമി, ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിയായിട്ടുള്ള സന്ദീപിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ വാദം പൂർത്തിയായതുകൊണ്ട് മറ്റ് വാദങ്ങളൊന്നും തന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, നേരെ വിധിയിലേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും പ്രതിയായിട്ടുള്ള സന്ദീപിന് ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നു. 1 ലക്ഷം രൂപ പിഴയുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വരണം, വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണം. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം, ആ ദിവസത്തിൽ ഇതാ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി നൽകുന്നത്. വധശിക്ഷ നൽകണമെന്ന ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ വധശിക്ഷയല്ല, ജീവപര്യന്തം ശിക്ഷയിൽ അത് ഒതുങ്ങി. എന്തായാലും കുടുംബത്തിന്റെ അടക്കം പ്രതികരണം ഇനി ലഭിക്കണം. പരമാവധി ശിക്ഷ പ്രതിക്ക് ഉറപ്പാക്കണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിനോടൊപ്പം തന്നെ കുടുംബവും അക്കാര്യമാണ് ആവശ്യപ്പെട്ടത്. വലിയ ഒരു കൊലപാതകം, നാട് നടുങ്ങിയ കൊലപാതകം, അതിൽ മകൾക്ക് നീതി കിട്ടണമെന്ന ആവശ്യം കുടുംബം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്തായാലും കുടുംബം, വന്ദനാദാസിന്റെ കുടുംബം കോടതിക്ക് ഉള്ളിലുണ്ട്. അവർ ആ നടപടിക്രമങ്ങൾ കേട്ട് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും പ്രതിയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതിയും കോടതി മുറിക്ക് ഉള്ളിൽ തന്നെയാണുള്ളത്. ജീവപര്യന്തം ശിക്ഷ എന്ന തീരുമാനത്തിലേക്ക് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി എത്തിയിരിക്കുന്നു. 2023 മെയ് മാസം 10-ാം തീയതി പുലർച്ചെയായിരുന്നു നാടിന് നടുക്കിയ ഈ അരും കൊലപാതകം നടന്നത്. ഈ പ്രതിയായിട്ടുള്ള സന്ദീപിനെ, കുടവട്ടൂർ സ്വദേശിയാണ്, അധ്യാപകനായിരുന്നു. സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പൂയപ്പള്ളി പോലീസ് കൊണ്ടുവരുന്നത്. യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. പ്രതി അവിടെ ഉണ്ടായിരുന്ന ഒരു സർജിക്കൽ കത്രിക ഉപയോഗിച്ച് വന്ദനാദാസിനെ ആക്രമിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ചു, ജീവനക്കാരെ ആക്രമിച്ചു. അതിന്റെയൊക്കെ CCTV ദൃശ്യമടക്കം പുറത്തു വന്നതാണ്. എന്തായാലും കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയതിൽ 90 ദിവസത്തിന് ഉള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. 2025 ഫെബ്രുവരിയിലായിരുന്നു ഇതിന്റെ വിചാരണ ആരംഭിച്ചത്. ഈ വർഷം മാർച്ച് 7-ാം തീയതി വിചാരണ പൂർത്തിയായി. ഏകദേശം 70-ലധികം സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. 22ഓളം തൊണ്ടിമുതലുകൾ ഹാജരാക്കി, 207 രേഖകൾ ഹാജരാക്കി. അങ്ങനെ നീണ്ട വിചാരണയായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള സന്ദീപിന്, കുടവട്ടൂർ സ്വദേശിയായിട്ടുള്ള സന്ദീപിന് കോടതി, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് PN വിനോദ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തമാണ് ശിക്ഷ. 1 ലക്ഷം രൂപ പിഴയുമുണ്ട്.